എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാരോട് പറയുകയാ, അടുതയുടെ ചിരി നമുക്ക് പാടില്ല. പണക്കാരെ കാണുമ്പോ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പല്ലിളിച്ച് കാണിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ, അത് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ല. ആ ചിരി നമുക്ക് ചേർന്നതല്ല. ആ ചിരി നമ്മളെ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ പഠിപ്പിച്ചത് പുഞ്ചിരിയാണ്. നമ്മളെ പഠിപ്പിച്ചത് പുഞ്ചിരിയാണ്. അതുകൊണ്ടാണല്ലോ ആ പുഞ്ചിരിയുടെ ഉത്തരവാദിത്വം, ആ പുഞ്ചിരി മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് മദീനയിൽ ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ വിറകുകെട്ട് നബിതങ്ങൾ സ്വന്തം തലയിൽ വെച്ച് ചുമന്നുകൊണ്ടുപോയത്. സ്വന്തം തലയിൽ വെച്ച് ചുമന്നുകൊണ്ടുപോയി. മരുഭൂവിലൊരു വഴിയോരത്ത് മഹ്മൂദർ പോകുന്ന നേരത്ത് വിറകുമായി വഴിയുടെ ചാരത്ത് ഇരിപ്പാണ് പാവമൊരുമ്മാമ. വെയിലിന്റെ കൊടുമയ തളർന്നല്ലോ, വെള്ളം പോലും കുടിക്കുവാനില്ലല്ലോ. തളർന്ന് ക്ഷീണിച്ച് അവശയായിരിക്കുന്ന ഉമ്മ ഒരു കെട്ട് വിറക് തലയിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കാൻ കഴിയാറ് തളർന്നു വീണ ഉമ്മയുടെ മുമ്പില് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് തലയിലെടുത്തു വെച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കുകയാണ്. ഉമ്മ, ഞാൻ കൊണ്ടുവരാം ഉമ്മ, നിങ്ങളുടെ വീടെവിടെയൊന്ന് കാണിച്ചു തന്നാ മതി ഉമ്മ. ആ വിറക് കെട്ട് ഞാനവിടെ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മ ആരായിരുന്നെന്നറിയുമോ? നബിതങ്ങൾക്കെതിരെ ഫിത്ന പറയുന്ന ഉമ്മയായിരുന്നു. ഒരു മുഹമ്മദ് ഇറങ്ങിയിരിക്കുന്നു, ഒരു പ്രവാചകനാണത്രേ, കള്ളനാണ്, കപടനാണ്, ആഭാസനാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഫിത്ന പരത്തുന്ന സ്ത്രീകളുടെ മുൻനിരയിലുണ്ടായിരുന്ന ഉമ്മയായിരുന്നു ഇത്. ഉമ്മ അറിഞ്ഞില്ല ഇത് റസൂലാണെന്നറിഞ്ഞില്ല. ആരോരുമില്ലാതെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോലെ വിറകെട്ടിനെ തലയിലെടുത്തു വെച്ചുകൊണ്ട് ഒരു പ്രഭാഗോപുരം തന്റെ അടുത്തൂടെ നടന്നുപോയത് അത് മനോഹരമായ വെളിച്ചത്തിന്റെ ദൂതരാണെന്ന് ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് മനസ്സിലായില്ല. അല്ലാഹുവേ പടച്ചവരെ, ആ പ്രിയപ്പെട്ട ഉമ്മ വീട് കാണിച്ചു കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിറക് കെട്ടി ചുമന്നുകൊണ്ട് ആ വീടിന്റെ മുമ്പ് കൊണ്ടുവെക്കുമ്പോ ആ ഉമ്മ പറയുന്ന, മോനെ എനിക്ക് നിന്നോടൊരു ഉപദേശം തരാനുണ്ട് മോനെ. ഈ ഉമ്മാക്കൊരു ഉപദേശം പറയാനുണ്ട് മോനെ. ഒരിക്കലും നീ മുഹമ്മദിന്റെ മതത്തിൽ ചേരല്ലേ പൊന്നുമോനെ. ആ മുഹമ്മദ് കള്ളനാണെല്ലാവരും പറയുന്നു. ആ മുഹമ്മദ് കൊള്ളക്കാരനാണ്, കപടനാണ്, കപടസന്യാസിയാണ്. ആ മുഹമ്മദ് പ്രവാചകനല്ല. അതുകൊണ്ട് മോനെ നീ ആ മുഹമ്മദിന്റെ മതം സ്വീകരിക്കല്ലേ. ഈ വാക്ക് കേട്ടപ്പോ സ്നേഹനായകന്റെ കണ്ണുകൾ നിറഞ്ഞുകയാണ്. ഉമ്മ, നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അബ്ദുള്ളാടെ പൊന്നുമോൻ, ആമിനാടെ പൊന്നുമോ മുഹമ്മദിനെ കുറിച്ചാണോ പറയുന്നതെങ്കിൽ ആ മുഹമ്മദാണുമ്മ. ഈ പൊരിവെയിലത്ത് നിങ്ങളുടെ വിറക് കെട്ട് തലയിൽ ചുമന്നുകൊണ്ട് വന്നിറന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അറിഞ്ഞിരുന്നില്ല. ജനങ്ങൾ ഈ പറയുന്ന വർത്തമാനമല്ലാതെ യഥാർത്ഥ മുഹമ്മദിന്റെ മനസ്സിന്റെ മനോഹാരിത കാണാൻ ഈ ഉമ്മാക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് പൊരുത്തം ചോദിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു പോരെങ്കിൽ വെറുതെ ജനങ്ങളെ പറ്റിക്കുന്ന പുഞ്ചിരിയല്ല, മനോമുഖരത്തിന്റെ ഉള്ളറയിലൊരു പുഞ്ചിരി ഉണ്ടായിരിക്കുക. ആ പുഞ്ചിരി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനുണ്ടെന്ന് ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നുമോ മരണപ്പെട്ടതിന് അന്ന്, എന്റെ പൊന്നുമോ മരണപ്പെട്ട് കിടന്ന് ഒന്നാമത്തെ പെരുന്നാൾ വന്നപ്പോ, റമദാൻ കിടന്ന് ഈദുൽ ഫിത്തർ കിടന്നു വന്നപ്പോ അന്ന് എന്റെ വീടിന്റെ എല്ലാ ഫോണും ഞാൻ ഓഫ് ചെയ്തു വെക്കുകയാണ്. ജനങ്ങൾ ഓരോന്ന് വിളിച്ച് ചോദിക്കുമ്പോ സങ്കടമാണല്ലോ എന്ന് കരുതി ഓഫ് ചെയ്തു വെച്ചിട്ട് എന്റെ വീട്ടിലെ ഏറ്റവും പഴയ ഫോണുണ്ട്, എല്ലാവരുടെ കയ്യിലുമുള്ള ഒരു നമ്പറിന്റെ പഴയ ഫോണുണ്ട്. ആ ഫോണെടുത്ത് വെറുതെ ഒന്ന് ഓണാക്കിയപ്പോ വല്ലാഹി വല്ലോ അതിന്റെ കത്ത് ആദ്യം വിളിച്ചത് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ചോദിച്ചതെന്തെന്നറിയോ? മോനെ, ഞാൻ വിളിച്ചതെന്തിനെന്നറിയോ? ഉസ്താദ് അഹമ്മദ് എന്ന നിങ്ങളുടെ പൊന്നുമോനില്ലാത്ത ഒന്നാമത്തെ പെരുന്നാളല്ലേ, അതുകൊണ്ട് പെരുന്നാളിന് കരയല്ലേ.
പെരുന്നാളിന് സങ്കടപ്പെടല്ലേ, പെരുന്നാളിന് ഭക്ഷണം കഴിക്കണേ, പെരുന്നാളിന് മറ്റു മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണേ, ഒരു കുറവും ഒന്നിനും വരുത്തല്ലേ എന്നുപദേശിക്കാൻ വേണ്ടി പെരുന്നാളിനെന്തെന്ന് വിളിച്ചപ്പോ അവർ ചിരിക്കുന്നത് മനം മഴക്കുന്ന മാസ്മരികമായ പണത്തിന് വേണ്ടിയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ചിരിയല്ല, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചു മറന്നുപോയ കണ്ണിയത്ത് ഉസ്താദിന്റെ പുഞ്ചിരിയിൽ തുടങ്ങിയ മനോഹാരിതയാണത്. അല്ലാഹുവേ, യോഗ്യതയില്ലെന്നറിയാ, എന്നാലും ഞങ്ങൾ ചോദിക്കുന്നുവല്ലോ, പാവപ്പെട്ട ഞങ്ങൾക്ക് കൂടി ആ പുഞ്ചിരി പകർന്നു തരണയല്ലോ.